ഹായ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള തൈര് സാദം എങ്ങനെ തയ്യാറാക്കാം നോക്കിയാലോ? അതിനായിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് വേണം. ചൂട് ചോറായാലും മതി. അത് നല്ലതുപോലെ മാഷ് ചെയ്തെടുക്കണം. ഒരുവിധം നല്ലതുപോലെ പേസ്റ്റാക്കി വേണമെങ്കിൽ എടുക്കാം. ഞാൻ അത്ര പേസ്റ്റ് ആക്കുന്നില്ല. ഈ ഒരു പരുവത്തിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടാറിയ പാല് വേണം. അപ്പം പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്കിത് ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നല്ല ചൂട് ചോറാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അതല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കൈവച്ച് നല്ലതുപോലെ ഞെവിടി എടുക്കാവുന്നതാണ്. കുറച്ച് പാലൊഴിച്ച് നല്ലതുപോലെ കൈവച്ച് മാഷ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് പച്ചമുളകും, എരിവിനാവശ്യമായിട്ട് പച്ചമുളകും പിന്നെ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ പച്ചമുളക് ചേർക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി ഈ ഒരു ചോറിൻ്റെയും പാലിൻ്റെയും മിക്സിലോട്ട് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചതും ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തൈര് സാദം റെഡി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കരുതാം ഇത്രയും ചേർത്തിട്ട് തൈര് സാദം എന്നും പറഞ്ഞിട്ട് തൈര് എവിടെയെന്ന്. അതാണ്, തൈര് നമ്മളിതിൽ ലാസ്റ്റാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഈ സ്പൂണിൻ്റെ ഒരു 3 സ്പൂൺ തൈരും ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ തൈര് സാദം തയ്യാറാക്കുമ്പോൾ ഭയങ്കര പുളിയുമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കഴിക്കാറൊക്കെ ആകുമ്പോഴത്തേനും അത് ഭയങ്കര കട്ട പോലെ ആവുകയും ചെയ്യും. പക്ഷേ ഈ രീതിയിൽ നമ്മൾ തൈര് സാദം തയ്യാറാക്കുമ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകത്തില്ല. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ തൈര് സാദം തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും.